ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പം ഇവിടെ ജിദ്ദയിലെത്തിയിട്ട് 3-4 ദിവസമായിട്ടുണ്ടല്ലോ. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ വെള്ളിയാഴ്ച, ഇതിപ്പം ഇന്നലെ ഞാൻ എടുത്തുവച്ച വീഡിയോ ആണ്, ഇന്നാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിലേക്ക് പോണ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ആയപ്പോൾ തന്നെ ഞാൻ അനിയനും താത്തൻ്റെ മോനൊക്കെ ഒന്ന് ഉച്ചക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണോ മീൻ ബിരിയാണി ഉണ്ടാക്കണോ വെച്ചാൽ അങ്ങനെ പിന്നെ മീൻ ബിരിയാണി ആക്കാം, നമുക്ക് ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാക്കൻ്റെ കൂടെ കാക്കനെ വിളിച്ചപ്പോൾ ഞാനും കൂടെ പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റമുണ്ടല്ലോ ഇവിടെ. അപ്പം മനസ്സിലായി, നമ്മൾ അവിടെ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ പോവാ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഒഴിവുള്ള ദിവസമാണല്ലോ, അപ്പോൾ എല്ലാവരും മീൻ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടുത്തെ ജിദ്ദയിലെല്ലാം മീൻ മാർക്കറ്റിക്കും ഇവിടുന്നാണ്, മീൻ കടയ്ക്കൊക്കെ ഇവിടുന്ന് തന്നെയാണ് മീൻ കൊണ്ടുപോകുന്നത് എന്നാണ്. പിന്നെ വലിയൊരു ഗേറ്റ് കടന്ന് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ മീൻ മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഒരു നീല യൂണിഫോമിലാണ് കേട്ടോ നിൽക്കുന്നത്. പലതരം മീനുകളുണ്ട്. ഒക്കെ ഒരുപാട് വലിയ വലിയ മീനുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് പലതുണ്ട്. വലിയ നല്ല വീഡിയോ കാണുമല്ലോ, നല്ല വലിപ്പമുള്ള മീനുകളാണ്. അപ്പം ഞങ്ങൾ പിന്നെ എൻ്റെ പരിചയത്തിൽ ഒരു ഉസ്താദ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ ഹോൾസെയിൽ എന്തൊക്കെ കണക്കോ കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ ഒരു നമ്മളെ കണ്ടപ്പോൾ ചോദിച്ച് എന്താ പിന്നെ മീൻ വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പരിചയമുള്ള അതിലേക്ക് ഞങ്ങളെ കൊണ്ട് കാണിച്ചെന്ന്. അപ്പോൾ ഓരോട് പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല മീൻ തരാൻ. അപ്പോൾ ഞങ്ങൾ കേദറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2.5 കിലോനാണ് കേട്ടോ. അപ്പോൾ അത് അവർ തൂക്കിങ്ങാണ്ട് കട്ട് ചെയ്ത് തരികയാണ്. ബിരിയാണിക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2.5 കിലോന് ഞങ്ങൾക്ക് 75 റിയാലാണ് ആയത്. അപ്പോൾ മീനിൻ്റെ വിലക്ക് അങ്ങനെ വിലക്ക് മാറ്റേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ വില ഉണ്ട് തോന്നുന്നു. ഫ്രഷ് മീൻ കിട്ടും, നല്ല അടിപൊളി മീനേനി കേട്ടോ. ബിരിയാണി വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിനി. മീനൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരു ഇതുമില്ലാത്ത മീനാണെന്ന്. ഒരിങ്ങനെ തൊട്ട് നോക്കിയാൽ അവർക്ക് അങ്ങനെ മനസ്സിലാവും നല്ല മീനാണ്. അപ്പോൾ അവസ്ഥ അങ്ങനെ തൊട്ട് നല്ല മീനാണ്, കുഴപ്പമില്ല, ഞങ്ങളതെടുത്ത് തൂക്കിക്കോടി എന്നൊക്കെ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഓരോരുത്തർ മീൻ കട്ട് ചെയ്താൽ അപ്പം തന്നെ ആ സ്ഥലമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത മീൻ കട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളത് കട്ടൊക്കെ ചെയ്ത് കണ്ട് പിന്നെ അങ്ങനെ തിരിച്ച് പോരുകയാണ്. പോരുമ്പോൾ പിന്നെ കുറേ വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് മീൻ ഒക്കെ നിൽക്കണ. അപ്പോൾ ഇതൊരു കടലിൻ്റെ വക്കത്താണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് പോയിട്ട് കടലിൻ്റെ നിൽക്കുകയാണ്. ഇവിടെ തുറമുഖമാണ്, ഇവിടെയൊക്കെ കപ്പൽ വരലുണ്ട് ആണ് കാക്ക പറയല്. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് ദിവസം കപ്പലുണ്ടേനിയല്ലോ, അവിടെ കുറേ ഉണ്ടേനിയല്ലോ, നിർത്തിയിട്ട് ഇനി അറിഞ്ഞ്. ഇപ്പം പിന്നെ അത് ഇല്ല, ഇത് തുറമുഖമാണ്. അത് ഷിപ്പാണ്, ഇത് ഹാർബറാണ്. ഇവിടെ കുറേ ഷിപ്പ് നിർത്തിയിട്ടില്ലേ കുറേ ദിവസം. ഇപ്പൊ പോയിന്നുണ്ട്. মোদির দেখলে সমস্যা।
പിന്നെ ഞങ്ങളത് കണ്ട് തിരിച്ചതാ അങ്ങനെ പോരും. അപ്പോൾ പോരുന്നതൊരു വഴിക്കും തിരിച്ച് വരുന്നതൊരു വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് അവിടെ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് ചെറിയ ചെറിയ മീനുകൾ വാങ്ങുമ്പോൾ ഒരു കട്ട് ചെയ്ത് തരൂല വാങ്ങണോടത്തുനിന്ന്. അപ്പോൾ അത് ഒരു പിന്നെ നമുക്ക് അതിനായിട്ടൊരു പ്രത്യേക സ്ഥലം ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അതിനുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ 1 കിലോ മീൻ 3 റിയാൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട്. 1 കിലോ മീൻ കട്ട് ചെയ്താൽ 3 റിയാലാണ്. ഇത് പ്രത്യേക ചെമ്മിയാണ് കേട്ടോ, ഓരോ തരം ചെമ്മിയാണ്. അപ്പോൾ പ്രത്യേക വീഡിയോ എടുത്തതാണ്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കയറി പോണ ഭാഗത്തൊക്കെ വലിയ വലിയ മീനുകൾ, തിരിച്ച് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മീനുകൾ അങ്ങനെ ഉണ്ടാവുക. അപ്പം മീൻ കട്ട് ചെയ്ത് തരുക ചെയ്യും. പിന്നെ 3 റിയാൽ കൊടുക്കണം 1 കിലോ മീനിന് വെച്ചിട്ട്. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പുറത്തെത്തിയിട്ടോ. അപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ ഒക്കെ മീനിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഉള്ള കടകളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ചൂണ്ട, മീൻ വല അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ കാക്ക നമ്മൾ ആ കടയിലൊന്ന് കയറി വെക്കാന്ന് പറഞ്ഞാണ്ട് നമുക്ക് ആവശ്യമില്ല, എന്നാലും അപ്പോൾ അവരോട് ചോദിച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്ട് ആന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാക്ക അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ചൂണ്ട, മീൻ വല അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും വിൽക്കുന്ന കടയാണ്. ഇതാണ് കേട്ടോ കട. കുറേ കടകളുണ്ട് അവിടെ. ये क्या भैया, और क्या करेगा इसमें? मछली पकड़ने का? ये कैसा है इसका काम? नहीं इसमें कैसा काम करेगा? इधर नहीं बढ़िया सा। हाँ तो सीजन का, हाँ सीजन का छोटा मछली का। അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അതും കൂടെ നിങ്ങളും കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫും ഇവിടുത്തെ